കഷ്ടപ്പെട്ട് റാങ്കിലിസ്റ്റിൽ വന്നപ്പോൾ ഒന്നല്ല നൂറല്ല ആയിരം താൽക്കാലികക്കാർ മീറ്റർ റീഡർ തസ്തികയിൽ താൽക്കാലികമായ ആൾക്കാരെ നിയമിക്കാൻ പാടില്ലെന്ന് കോടതിയോട് ഉണ്ടായിട്ടും ആയിരം ആൾക്കാരെ താൽക്കാലികക്കാരുടെ എണ്ണം കഴിഞ്ഞ ലിസ്റ്റ് വരുന്ന സമയത്ത് 1050 ആയിരുന്നെങ്കിൽ ഈ 2 വർഷം പൂർത്തിയാകുമ്പോൾ യോഗ്യതയില്ലാത്ത താൽക്കാലികക്കാരുടെ എണ്ണം 3000-ആയി ഉയർന്നു. ഈ റാങ്ക് പട്ടികയിൽ 30 നിയമനം ബാക്കി 50 പേർക്ക് നിയമനം കിട്ടിയിട്ടുണ്ട്. അതിൽ ബാക്കിയെല്ലാം NDAD നിർമ്മിച്ച കുറച്ച് ഉദ്യോഗാർത്ഥികളായിരുന്നു. അതിലെന്തിനാണ് ഒരു 50 വേക്കൻസി മാത്രമാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. 558 പേരടങ്ങുന്ന റാങ്ക് പട്ടികയാണ് നിലവിലുള്ളത്. ഈ റാങ്ക് ലിസ്റ്റിൽ ഞങ്ങൾ യോഗ്യതയില്ല ഞങ്ങളെ പുറത്ത് നിർത്തിക്കൊണ്ടാണ് 3000-ഓളം താൽക്കാലികക്കാരെ വാട്ടർ അതോറിറ്റി മീറ്റർ റീഡർ തസ്തികയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. അത് കോടതിയുടെ ഉത്തരവ് TSR റൂള് പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു തസ്തികയിലേക്ക് ആൾക്കാരെ നിയമിച്ചിരിക്കുന്നത്. തികച്ചും കോടതി ഉത്തരവിനെ ലംഘിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള സമയത്ത് താൽക്കാലികക്കാരെ നിയമിക്കരുതെന്നുള്ളൊരു കോടതി ഉത്തരവുണ്ടായിരുന്നു. അത് പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് റാങ്ക് പട്ടിക നിലവിൽ വന്നതിന് ശേഷം 2 വർഷത്തിലാണ് 3000-ഓളം പേരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കിന്നും തൊഴിലില്ല. പ്രതിഷേധിക്കുക